സംസ്ഥാനത്താകെ തീരദേശ മേഖലകളിൽ കടലാക്രമണം. തിരുവനന്തപുരം പൂത്തുറയിൽ ശക്തമായ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി. പൂന്തുറയിൽ കരയിലേക്ക് കടൽ കയറി. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നാണ് കടലാക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി മുതലാണ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലകളിൽ കടലാക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്തെ പൂത്തുറ, അഞ്ചുതെങ്ങ്, പൂന്തുറ എന്നിവിടങ്ങളിൽ കടൽ കയറിയിരുന്നു. പൂത്തുറയിൽ ശക്തമായ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം പൂന്തുറയിൽ കടൽ കയറി മത്സ്യബന്ധന ബോട്ടുകൾക്കും ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി. കടൽ ശാന്തമായാൽ മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ കഴിയൂ. കടലിൽ ഭയങ്കര ശാന്തമായില്ല, പോകാൻ ഒക്കില്ല. വഞ്ചികളെല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ആൾക്കാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഞ്ചിയെല്ലാം ഇപ്പം പൊളിയിലാണ് കൊണ്ടുപോകുന്നത്, അങ്ങോട്ട് പൊളിമുഖത്ത്. അങ്ങനെയാണ് ഭയങ്കര സംഭവം. വെളുപ്പിൽ ഭയങ്കര കോപമായിരുന്നു കടലിൽ. എല്ലായിടത്തിലും ഭയങ്കര കടലിൽ നിന്ന് അങ്ങനെ ഭയങ്കര സ്വഭാവമാണ് കടലിൽ. ഈ 6 മണി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചുമ്മാ വെള്ളക്കയറ്റം. കടൽ അവിടെ നിന്ന് വരും മുമ്പ് ഇവിടെ വെള്ളം കയറണത്. നമുക്കാണെങ്കിൽ സൗകര്യമില്ല. മൊത്തം ഇത്രയും സ്ഥലമുള്ളൂ. 500-600 വള്ളങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു. എല്ലാം കൂട്ടിയിടിച്ച് രാത്രി തന്നെ വെളുപ്പാല തന്നെ എല്ലാം പൊട്ടിക്കിടക്കുന്നു മിഷ്യനൊക്കെ. ഇനി വിഴിഞ്ഞത്തോട്ടിനെ കൊണ്ടുപോകണം. വേറെ ഇവിടെ ഒരു മാർഗമില്ല. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കാനാണ് നിർദ്ദേശം. കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.